എനിക്ക് പഠിച്ച് ഡോക്ടറാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അച്ഛൻ പ്രശോഭിനെയും അമ്മ വിജയലക്ഷ്മിയെയും സഹോദരൻ അശ്വിനെയും നഷ്ടപ്പെട്ട അവന്തിക ഇപ്പോൾ ബന്ധുക്കൾക്കൊപ്പമാണ് താമസം. അവന്തിക ഉൾപ്പെടെ 21 കുട്ടികൾക്കാണ് സർക്കാർ കഴിഞ്ഞ ദിവസം പഠന സഹായം പ്രഖ്യാപിച്ചത്. കുട്ടികളുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ നൽകും. 18 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് കുട്ടികൾക്ക് കൈമാറുകയുള്ളൂ. അതുവരെ ജില്ലാ കലക്ടറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പ്രതിമാസ പലിശ രക്ഷിതാക്കൾക്ക് നൽകും. കുട്ടികളുടെ ബന്ധുക്കൾക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ തീരുമാനം നൽകുന്നത്. എനിക്കിപ്പോൾ 3 മക്കളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മോളെ കാര്യം എനിക്ക് നോക്കണ്ടല്ലോ. മോൾക്ക് 18 വയസ്സ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ പൈസ എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മോളെ ഭാവി സുരക്ഷിതമാക്കാം. എല്ലാ കുട്ടിക്ക് കിട്ടുന്ന പൈസയൊക്കെ കുട്ടീൻ്റെ പേരിലെ പെടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നമ്മൾ തന്നെ ചെലവ് കൊടുക്കണ്ടേ, അല്ലാതെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട 7 കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ട 14 കുട്ടികൾക്കുമാണ് സർക്കാർ ആനുകൂല്യം ലഭിക്കുക. നേരത്തെ വനിതാ ശിശുവികസന വകുപ്പ് അനുവദിച്ച ധനസഹായത്തിന് പുറമെയാണ് ഈ തുക ലഭിക്കുക. മാതൃഭൂമി ന്യൂസ്, വയനാട്.